ഇനി ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത് ഏതൊക്കെ ടാക്സുകളാണ് സംസ്ഥാന ലെവലിൽ നിന്ന് GST ലയിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വീണ്ടും എൻട്രിയിലേക്ക് സ്വാഗതം. നമ്മൾ പബ്ലിക് ഫിനാൻസ് ആണ്, പൊതുധനകാര്യമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ടാക്സേഷൻ ആണ് അത് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്ട് ടാക്സും തമ്മിലുള്ള വ്യത്യാസം, പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഇൻഡയറക്ട് ടാക്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഇൻഡയറക്ട് ടാക്സുകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് GST ആണ് ഉള്ളത് എന്നുള്ളത് അല്ലെ. അപ്പൊ ആ GST യെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത് എന്ന് പറയുന്നത്. ഓക്കെ, ഗൂഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ചരക്ക് സേവന നികുതി അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ with a view to simplify the indirect tax system and to introduce one tax across the country, goods and services tax was introduced അല്ലെ. നിലവിലുള്ള നികുതി സമ്പ്രദായത്തെ ലഘൂകരിക്കുന്നതിനും രാജ്യത്തൊട്ടുക്കും ഒരൊറ്റ ടാക്സ് സമ്പ്രദായം എന്നുള്ള ഒരു ഐഡിയ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗൂഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അല്ലെങ്കിൽ ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, നിലവിലുള്ള സിസ്റ്റം ഇതിനകത്ത് GST ഉൾപ്പെടാത്ത മറ്റ് സാധനങ്ങൾക്ക് നിലവിൽ ഏതാണോ ഇൻഡയറക്ട് ടാക്സ് ഉള്ളത് അത് തുടരും എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു അല്ലെ. അപ്പോ ഇത് 2017 ജൂലൈ 1 വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 2017 ജൂലൈ 1 ഇന്ത്യയിൽ ഇത് എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത് അല്ലെ. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 101ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് അല്ലെ. 101ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട അമെന്റ്മെന്റ് ബില്ല് ചോദിച്ചാൽ 122ാമത്തെ ഭേദഗതി ബില്ലാണ്. അത് ഭേദഗതി ആക്ട് ആയത് അല്ലെ. അമെന്റ്മെന്റ് ആക്ട് ആയത് 101ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമമായിട്ടാണ്. 2016 കൊണ്ടുവരുന്നത്. 2017 ജൂലൈ 1 ഈ പറയുന്ന സംവിധാനം നിലവിൽ വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിവുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. GST was introduced in India on 1st July 2017, merging different indirect taxes imposed by central and state governments അല്ലെ. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിരവധി പരോക്ഷ നികുതികൾ ഇവിടെ ചുമത്തിയിരുന്നു. അതെല്ലാം കൂടെ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് GST ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. 2017 ജൂലൈ 1 അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഇന്ത്യയിൽ ഈ നികുതി GST ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കാനഡ മോഡലാണ് അല്ലെ. കാനഡയിൽ നിന്നാണ് ഈ ഒരു ആശയം GST എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. ഇരട്ട GST ആണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. അപ്പൊ കാനഡയെ ഒന്ന് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. And taxes are levied at different stages starting from production to final consumption of goods and services അല്ലെ. വിവിധ സ്റ്റേജസിൽ ടാക്സസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ടാക്സസ് ഇമ്പോസ് ചെയ്യുന്നത് വാല്യൂ അഡീഷനിൽ മാത്രമാണ്. ഓക്കെ, ഒരു സാധനം പ്രൊഡക്ഷൻ തുടങ്ങി അത് കൺസംഷനിലേക്ക് എത്തുന്ന വരെ പല ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ സ്റ്റേജിലും ഓരോ ടാക്സ് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ടാക്സ് ആഡ് ചെയ്യുന്നത് ഓൾറെഡി ആഡ് ചെയ്ത ടാക്സിന്റെ പുറത്ത് മാത്രമാണ്. മീൻ നികുതി വാല്യൂ അഡീഷനിൽ മാത്രമാണ്. എത്ര രൂപ കൂടിയിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുള്ള അഡീഷണൽ വന്നിട്ടുള്ളതിന് മാത്രമാണ് നികുതി ചുമത്തുന്നത്. വാല്യൂ അഡീഷനിൽ മാത്രമാണ് നികുതി ചുമത്തുന്നത് എന്നുള്ളതാണ് GSTയുടെ പ്രത്യേകത. ഇൻ ഈച്ച് സ്റ്റേറ്റ് ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ദ വാല്യൂ ആഡഡ് ഓൺലി അല്ലെ. പുതുതായിട്ട് എത്ര രൂപയാണ് അതിനകത്ത് കൂടിയത് അതിൽ മാത്രമാണ് ടാക്സ് ആഡ് ചെയ്യുന്നത്, അല്ലാതെ മൊത്തം തുകയിൽ ടാക്സ് വീണ്ടും ആഡ് ചെയ്യുന്നില്ല. അതാണ് വ്യത്യാസം, മനസ്സിലല്ലേ. 100 രൂപ 110 രൂപയായി. അടുത്ത സ്റ്റേജിൽ ഈ 10 രൂപയിൽ മാത്രമാണ് ടാക്സിന്റെ റേറ്റ് ഇമ്പോസ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ 110 രൂപയിൽ എന്ത് ചെയ്യുന്നില്ല, ടാക്സ് ഇമ്പോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ വാല്യൂ അഡീഷനിൽ മാത്രമേ ടാക്സ് എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ കളക്ട് ചെയ്യുന്നുള്ളൂ GSTയുടെ കേസിൽ. ഓക്കെ, സോ ടാക്സ് പെയ്ഡ് ഇൻ ദ ഏർലിയർ സ്റ്റേജസ് നീഡ് നോട്ട് ബി പെയ്ഡ് ബൈ ദി ഫൈനൽ കൺസ്യൂമർ അല്ലെ. മുന്നേ ആളുകൾ അടച്ച ടാക്സ് പിന്നെ ഫൈനൽ കൺസ്യൂമർ എന്ത് ചെയ്യേണ്ടതില്ല, അടക്കേണ്ടതില്ല. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് GST രജിസ്ട്രേഷൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് GST നിലവിൽ വരുന്ന സമയത്ത് GST രജിസ്റ്റർ ചെയ്യേണ്ട ടേൺ ഓവർ എന്ന് പറയുന്നത് 20 ലക്ഷം ആനുവൽ ടേൺ ഓവർ ആണ് ഉണ്ടായിരുന്നത്. 20 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്യണം, GST നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു. പക്ഷെ റീസെന്റ് ആയിട്ട് അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് GST കൗൺസിൽ. 40 ലക്ഷം രൂപ കേട്ടോ, 40 ലക്ഷം രൂപ വരെയുള്ള ആളുകളെ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 40 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ഉള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി, നികുതി ഈ പറഞ്ഞ GST രജിസ്ട്രേഷൻ ചെയ്താൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സംസ്ഥാനങ്ങളിൽ ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. സംസ്ഥാനങ്ങൾക്ക് അതിലേക്ക് വേണമെങ്കിൽ മാറാം, അതല്ലെങ്കിൽ 20 ലക്ഷത്തിൽ തന്നെ തുടരാനും പറ്റും. ഓക്കെ, അപ്പോ ആസ് പെർ റീസെന്റ് എന്താ പറയാ, കറന്റ്ലി അതാണ് അതിന് കറക്റ്റ് ടേം. കറന്റ്ലി 40 ലക്ഷം ടേൺ ഓവർ വരെയുള്ള ആളുകളെ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ തീരുമാനം എടുക്കാം, അതിലേക്ക് മാറണമെങ്കിൽ മാറാം, അല്ലെങ്കിൽ മറ്റേതിൽ തന്നെ നിൽക്കാം എന്നുള്ളതാണ് ഓപ്ഷൻ ഉള്ളത്. ആൻഡ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള സിക്കിം, കുറച്ച് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾക്കും സിക്കിമിനും ഈ ത്രെഷോൾഡ് എക്സംഷൻ എന്ന് പറയുന്നത് 20 ലക്ഷമാണ്. 20 ലക്ഷത്തിന്
മുകളിൽ ടേൺ ഓവർ ഉള്ളവർ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ഇതിൽ രജിസ്റ്റർ ചെയ്താൽ മതി. മറ്റേത് 40 ലക്ഷം, മറ്റു സംസ്ഥാനങ്ങൾക്ക് 40 ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ GST രജിസ്റ്റർ ചെയ്താൽ മതി, അല്ലാത്തവർക്ക് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ GST നിലവിൽ വരുന്ന സമയത്ത് 20 ലക്ഷം രൂപ വരെ ആയിരുന്നു ഈ എക്സംഷൻ ത്രഷോൾഡ് ലിമിറ്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും. ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിനും സിക്കിമിനും 10 ലക്ഷമായിരുന്നു എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ ചേഞ്ച് ചെയ്തിട്ടുള്ളത്, 40 ലക്ഷവും 20 ലക്ഷവും ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോഴും സംസ്ഥാനങ്ങൾക്കാണ് അതിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത്, അത് കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഞാനത് കൊടുത്തത് പ്രീവിയസ്ലിയുടെ കേസാണ് കൊടുത്തിട്ടുള്ളത്. നിലവിൽ വരുന്ന സമയത്ത് GST നിലവിൽ വരുന്ന സമയത്ത് 20 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകളാണ് GST രജിസ്റ്റർ ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, മാർച്ച് 31, 2019 വരെ. 10 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകളാണ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും സിക്കിമിലും എന്ത് ചെയ്യേണ്ടിയിരുന്നത്, ഈ പറഞ്ഞ GST രജിസ്റ്റർ ചെയ്യേണ്ടി വന്നിരുന്നത്. പക്ഷെ ഏപ്രിൽ 1, 2019 തൊട്ടിട്ട് പുതിയ ലിമിറ്റ്സ് കൊണ്ടുവരികയാണ്. എന്താണ്, 40 ലക്ഷത്തിന് മുകളിലുള്ളവർ മാത്രം സാധാരണ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്താൽ മതി, അതിന് താഴെയുള്ളവർക്ക് എക്സെപ്ഷൻ ഉണ്ട്. 20 ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി, GST രജിസ്റ്റർ ചെയ്താൽ മതി, ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളും സിക്കിം ഉൾപ്പെടെയുള്ള പ്രത്യേക സംസ്ഥാനങ്ങൾക്ക് കേട്ടോ. അപ്പൊ അത് ഇപ്പോഴും സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. കേരളം ഒക്കെ ഇപ്പോഴും 10 lakh എന്ന് പറയുന്ന പഴയ സ്കീം തന്നെയാണ് തുടരുന്നത്. ഇനി ഇത് ഗൂഡ്സിന്റെ കേസിൽ, ചരക്കുകളുടെ കേസിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സേവനത്തിന്റെ നിരക്കിൽ മാറ്റം വന്നിട്ടില്ല. സേവനത്തിന്റെ കേസിൽ 10 lakhs എന്ന് പറയുന്നത് തന്നെയാണ് കിടക്കുന്നത്. നോക്കി, ദ സർവീസ് പ്രൊവൈഡർ ത്രെഷോൾഡ് ലിമിറ്റ് ഫോർ GST രജിസ്ട്രേഷൻ ഹാസ് റിമെയിൻ അൺചേഞ്ച്ഡ്. അതിൽ മാറ്റം വന്നിട്ടില്ല. ചരക്കിന്റെ കേസിൽ മാത്രമാണ് മാറ്റം വന്നത്. ചരക്ക് 20 ലക്ഷം എന്നുള്ളത് 40 ലക്ഷം, പിന്നെ 10 ലക്ഷം എന്നുള്ളത് 20 ലക്ഷം ആക്കി മാറ്റി. സേവനത്തിന്റെ ലിമിറ്റ് ഗൂഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണല്ലോ. ഗൂഡ്സിന്റെ കേസിൽ ഈ മാറ്റം വന്നു. സർവീസസ് പഴയ പോലെ തന്നെയാണ്. 20 ലക്ഷത്തിൽ കൂടുതലാണ് ടേൺ ഓവർ എങ്കിൽ അവിടെ GST രജിസ്റ്റർ ചെയ്യണം. 10 ലക്ഷത്തിൽ കൂടുതലാണ് ടേൺ ഓവർ എങ്കിൽ പ്രത്യേക സംസ്ഥാനങ്ങൾ GST രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അത് മാറിയിട്ടില്ല. ഓക്കെ, സേവനത്തിന്റെ കേസിൽ. പക്ഷെ ഗൂഡ്സിന്റെ കേസിൽ ഇങ്ങനെ ഒരു അഡീഷൻ വന്നിട്ടുണ്ട്. 40 ലക്ഷത്തിന് മുകളിലുള്ളവർ രജിസ്റ്റർ ചെയ്താൽ മതി, 20 ലക്ഷത്തിന് മുകളിലുള്ളവർ പ്രത്യേക സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി എന്നുള്ളൊരു സംവിധാനം ഏപ്രിൽ 1, 2019 തൊട്ടിട്ട് വന്നിട്ടുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യണമെന്നില്ല, ഇംപ്ലിമെന്റ് ചെയ്യണ സംസ്ഥാനങ്ങൾക്ക് അത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതൊരു ഫാക്ട് ആയിട്ട് അവിടെ എന്ത് ചെയ്യാം, അറിഞ്ഞിരിക്കുക. ദെൻ ഈ GSTയുടെ പ്രത്യേക ഫീച്ചേഴ്സിലേക്ക് എന്തൊക്കെയാണ് GST കൊണ്ടുവരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ GSTയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സോ അവിടെ പ്രത്യേകിക്കുക, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു പദം GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. GST ആണ് നമ്മൾ പ്രൊവിഷണൽ കീയിൽ ആൻസർ വരിക, ഫൈനൽ കീയിൽ അത് ക്യാൻസൽ ആവാറാണുള്ളത്. കാരണം അത് നമ്മുടെ പിന്നെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അത് ക്യാൻസൽ ആയി പോകുന്നത്. പക്ഷെ ഉദ്ദേശിക്കുന്നത്, ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് GSTയുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, it is to be levied at all stages right from manufacture up to the final consumption with credit of taxes paid at previous stages available as set off എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉൽപാദനം തൊട്ടിട്ട് കൺസംഷൻ വരെയുള്ള സ്റ്റേജസിൽ, വിവിധ സ്റ്റേജുകളിൽ GST എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ വാല്യൂ അഡീഷനിൽ മാത്രമാണ് GST ആഡ് ചെയ്യുന്നത്. മാത്രമല്ല, ഒരാൾ ഒരു തവണ നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് വാങ്ങുന്ന ആൾ ആ നികുതി വീണ്ടും അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെ അടയ്ക്കുകയാണെങ്കിൽ അതിന് സെറ്റ് ഓഫ് ആയിട്ട് ആ പൈസ തിരിച്ചു കിട്ടും. അതിനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരാൾ ഒരു സ്റ്റേജിൽ നികുതി അടച്ചു, അടുത്ത സ്റ്റേജിൽ വരുന്ന ആള് അതിൽ അയാൾ അടച്ച നികുതി വീണ്ടും അടയ്ക്കേണ്ടതില്ല. ഓക്കെ, അങ്ങനെ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അടച്ച അധികം തുക തിരിച്ചു കിട്ടും. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സംവിധാനം സിമ്പിൾ സെൻസിൽ. ഫോർ എക്സാമ്പിൾ, യുവർ മാനുഫാക്ചർ ടാക്സ് പേബിൾ ഓൺ ഔട്ട്പുട്ട്, അതായത് ഫൈനൽ പ്രൊഡക്റ്റ് 450 ആണ്, ഇൻപുട്ടിൽ 300 രൂപയാണ് ടാക്സ് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 150 രൂപ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ക്ലെയിം ഇൻപുട്ട് ക്രെഡിറ്റ് ഓഫ് ₹300 ആൻഡ് യു ഓൺലി നീഡ് ടു ഡിപ്പോസിറ്റ് 150 ഇൻ ടാക്സസ്. മനസ്സിലായില്ലേ? അതായത് 450 രൂപയാണ് ഫൈനൽ ടാക്സസ്. ഓക്കെ, ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേജിൽ 300 രൂപയാണ് ടാക്സ് ഉള്ളത്. ഓക്കെ, 150 രൂപ എന്താണ് വാല്യൂ അഡീഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ ഇതിൽ എത്ര അടയ്ക്കേണ്ടതുള്ളൂ, നമുക്ക് ഈ 450 നമ്മൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 150 രൂപ, പിന്നെ നമുക്ക് 300 രൂപ നമുക്ക് അതിൽ ഇൻപുട്ട് ടാക്സ് ആയിട്ട് ക്ലെയിം ചെയ്യാം. നമ്മൾ 150 മാത്രം അവിടെ എന്ത് ചെയ്താൽ മതി, അടച്ചാൽ മതി എന്നുള്ളതാണ്. കാരണം 300 450 ആവാൻ ആ 150 വ്യത്യാസം ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ ആ 150 രൂപ മാത്രം നമ്മൾ അടച്ചാൽ മതി, വാല്യൂ അഡീഷന്റെ ആ 150 മാത്രം അടച്ചാൽ മതി. ബാക്കി 300 നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. അതിനാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? 450 രൂപയാണ് ഫൈനൽ കൺസംഷന്റെ ടാക്സ്. ഇനീഷ്യലി 300 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ 450 അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 150 കഴിച്ചിട്ടുള്ള ബാക്കി 300 നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. സിമ്പിൾ സെൻസ്. ഇതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ എ നട്ട്ഷെൽ ഓൺലി വാല്യൂ അഡീഷൻ ഈസ് ടാക്സ്ഡ് ആൻഡ് ദ ബർഡൻ ഓഫ് ടാക്സ് ബോൺ ഈസ് ബൈ ദ ഫൈനൽ കൺസ്യൂമർ. ഫൈനൽ കൺസ്യൂമർ ആണ് അത് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു ഡ്യുവൽ GST ആണ് ഉള്ളത്. സെൻട്രലും സ്റ്റേറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ സമയത്ത് സെയിം ടാക്സ് ബേസിൽ ടാക്സ്
കളക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഡ്യുവൽ GST എന്ന് പറയുന്നത്. സെൻട്രൽ ലെവലിലും ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലും വരുന്നുണ്ട് ഒരേ സമയം. അതുകൊണ്ടാണ് ഡ്യുവൽ GST, ഇരട്ട GST. ഇത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ് എന്നുള്ളത് ഓർക്കുക. ഇനി ഇതിന്റെ ഒരു ടൈം ലൈൻ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ കടക്കാണ്. GSTയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ആദ്യമായിട്ട് 1986 1986 വിശ്വനാഥ് പ്രതാപ് സിംഗ് അല്ലെങ്കിൽ VP സിംഗ് എന്ന് പറയുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രിയും മുൻ ധനകാര്യ മന്ത്രിയായിരുന്ന ആള്, അല്ലെ, രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റിൽ ധനകാര്യ മന്ത്രിയായിരുന്നു. ഇദ്ദേഹമാണ് എന്താണ് നമ്മുടെ നിലവിലുള്ള ടാക്സേഷൻ സ്ട്രക്ചറിൽ, എക്സിസ്റ്റിംഗ് ടാക്സേഷൻ സ്ട്രക്ചറിൽ ഭയങ്കരമായിട്ടൊരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് പറയുന്നുള്ളത്. ആ മാറ്റം എന്ന് പറയുന്നത് GSTയുമായിട്ട് തിയററ്റിക്കലി അടുത്ത് നിൽക്കുന്ന ഒരു ചേഞ്ച് ആയിരുന്നു. അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ചേഞ്ചസ് എന്ന് പറയുന്നത് GST എന്നുള്ള ടേം ആണ് ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ GST ഇപ്പോഴത്തെ GSTയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സിമിലർ ആയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. അതാണ് ആദ്യത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ 2000 ഈ GSTയുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് വാജ്പേയി ഗവൺമെന്റ് ആണ്. അപ്പൊ ആ വാജ്പേയി ഗവൺമെന്റ് ഈ GSTയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് പശ്ചിമ ബംഗാളിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന അസിംദാസ് ഗുപ്തയെ ഏൽപ്പിക്കുകയാണ്. ഈ അസിംദാസ് ഗുപ്തയാണ് ഇന്ത്യൻ GSTയുടെ യഥാർത്ഥ ശില്പി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. റിയൽ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ GST എന്ന് അറിയപ്പെടുന്നത് അസിംദാസ് ഗുപ്തയാണ്. ഹി വാസ് എ ഫോർമർ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ. അദ്ദേഹത്തെ അതിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? വാജ്പേയി ഗവൺമെന്റ് ആണ്. വാജ്പേയി ആണ് ഇത് ആദ്യമായിട്ട് GSTയുമായിട്ടുള്ള ഡിസ്കഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഇനി 2004 വിജയ് കേൽക്കർ, അല്ലെ, വിജയ് കേൽക്കർ കമ്മിറ്റി നമ്മുടെ ധനകാര്യ ഉപദേഷ്ടാവായിരുന്നു. അദ്ദേഹമാണ് GST റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നിലവിലുള്ള ടാക്സ് സ്ട്രക്ചറിന്റെ പകരം GST കൊണ്ടുവരണം എന്ന് ആദ്യമായിട്ട് റെക്കമെൻഡേഷൻ നടത്തുന്നത് ആരാണ്? വിജയ് കേൽക്കർ കമ്മിറ്റിയാണ്. വിജയ് കേൽക്കർ. ഫെബ്രുവരി 28 2006 GST നമ്മുടെ ബജറ്റ് സ്പീച്ചിൽ ആദ്യമായിട്ട് വരികയാണ്. GST എന്ന് പറയുന്ന പദം ചിദംബരമാണ്. അന്നത്തെ UPA ഗവൺമെന്റിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തമിഴ്നാട്ടുകാരനായിട്ടുള്ള P ചിദംബരമാണ് GST എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ബജറ്റിൽ കൊണ്ടുവരുന്നത്. ഏപ്രിൽ 1 2019 ആകുമ്പോഴത്തേക്കും GST ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് അദ്ദേഹം അവിടെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ടോക്ക് നടത്തി. അതൊന്നും നടന്നില്ല. ഓക്കെ, അടുത്തത് ഡിസംബർ 18 2014 ആകുമ്പോഴത്തേക്കും NDA ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വരികയാണ്. അവർ ഈ പറയുന്ന 122ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, ഭരണഘടനാ ഭേദഗതി ബില്ലിന് അപ്രൂവൽ കൊടുക്കുകയാണ് 2014 ഡിസംബർ 18 യൂണിയൻ ക്യാബിനറ്റ്. 2014 ഡിസംബർ 19 തൊട്ടടുത്ത ദിവസം ഇത് ലോക്സഭയിലേക്ക് എത്തിക്കുകയാണ്. ലോക്സഭ മെയ് 6 2015 ഈ ബില്ല് പാസ്സാക്കി. മെയ് 12 2015 ഈ ബില്ല് രാജ്യസഭയിൽ പ്രസന്റ് ചെയ്യുകയാണ്. ദെൻ രാജ്യസഭ മെയ് 14 2015 എന്ത് ചെയ്യുന്നു? ഈ ഒരു ബില്ല് രാജ്യസഭയുടെയും ലോക്സഭയുടെയും ജോയിന്റ് കമ്മിറ്റിയിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഓഗസ്റ്റ് 2015 ഗവൺമെന്റ് എന്താണ് ഈ പറഞ്ഞ രാജ്യസഭയിൽ സഫീഷ്യന്റ് മെമ്പേഴ്സ് ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് അവർക്കത് പാസ്സാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. 2016 ഓഗസ്റ്റ് 3 രാജ്യസഭ ഈ പറയുന്ന സാധനം 2/3 മെജോറിറ്റിയിൽ പാസ്സാക്കുന്നത്, അല്ലെങ്കിൽ 2/3 ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ലോക്സഭ പാസ്സാക്കുന്നത് ഡിസംബർ 19 2014 ലോക്സഭയിൽ കൊണ്ടുവന്നു. മെയ് 6 2015 ലോക്സഭ പാസ്സാക്കിയിട്ട് അടുത്ത വർഷം 2016 ഓഗസ്റ്റ് 3 ഇത് രാജ്യസഭയിൽ പാസ്സാക്കി എടുക്കാനായിട്ട് ഗവൺമെന്റിന് സാധിക്കുന്നത്. അതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. അത്രയും ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ GST കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ 50%, സംസ്ഥാനങ്ങളെ കൂടെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷനും കൂടെ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പൊ 50% സംസ്ഥാനങ്ങൾ ഇതിന് അനുകൂലമായിട്ട് പ്രമേയം പാസ്സാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആവശ്യമായിട്ട് വന്നു. ആസാമാണ് അത്തരത്തിൽ ആദ്യമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ബില്ല് പാസ്സാക്കുന്നത്. 1 ജൂലൈ 2017 ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ GST നിലവിൽ വരികയാണ്. 1 ജൂലൈ 2017 തൊട്ടാണ് ഇന്ത്യയിൽ GST നിലവിൽ വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ടൈം ലൈൻ എന്ന് പറഞ്ഞത്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് 1986 തൊട്ട് 2017 ജൂലൈ 1 വരെയുള്ള ഒരു കാലഘട്ടമാണ് അവിടെ വിശദീകരിച്ചത്. ജസ്റ്റ് വായിച്ചിരിക്കുക, ആവശ്യം വരും നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ പല ചോദ്യങ്ങളായിട്ട് പല പരീക്ഷയ്ക്ക് വന്നതാണ്, അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നത്. ദെൻ ഈ GSTയുടെ മുദ്രാവാക്യം അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 നേഷൻ 1 ടാക്സ് 1 മാർക്കറ്റ്. 1 നേഷൻ 1 ടാക്സ് 1 മാർക്കറ്റ് എന്നുള്ളതാണ് GSTയുടെ മുദ്രാവാക്യമായിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ടൈം ലൈൻ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് GSTയുടെ വെബ്സൈറ്റിൽ നിന്ന് അവിടുന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത സാധനമാണ്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഇതിലൂടെ ഒന്ന് കടന്നു പോവാം. മാർച്ച് 2017 ഒരു കാര്യം ഞാനിവിടെ പറയാം. GST കൗൺസിൽ CGST, SGST, UTGST, അതുപോലെ കോമ്പൻസേഷൻ സെസ് ആക്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് 2017 മാർച്ചിലാണ്. ആദ്യത്തെ GST കൗൺസിലിന്റെ മീറ്റിംഗ് വരുന്നത് സെപ്റ്റംബർ 2016 ആ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ആഗസ്റ്റ് 2016 101ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാവുന്നത്. നിങ്ങൾക്കറിയാം, രാജ്യസഭയും കൂടെ പാസ്സാക്കുന്നത്. GST നെറ്റ്വർക്ക് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വരുന്നത്
എന്താണ് GSTയുടെ ബാക്ക്ബോൺ ആയിട്ട് പ്രവർത്തിക്കുന്ന GST നെറ്റ്വർക്ക് നമ്മൾ പഠിക്കും 2013 അങ്ങനെയുള്ള കുറച്ച് അഡീഷണൽ ഡാറ്റാസ് ഞാൻ ഇതിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2006 നമ്മുടെ പി ചിദംബരത്തിന്റെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2000 വാജ്പേയി ഗവൺമെന്റ് ആണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദെൻ 2017 ജൂലൈ 1 ഇന്ത്യയിൽ ഇത് നിലവിൽ വരുന്നത്. നമ്മുടെ സ്റ്റേറ്റ് GST ആക്ട് ജമ്മു കാശ്മീർ പാസ്സാക്കുന്നത് 2017 ജൂലൈ 8 എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിനുശേഷം എല്ലാം എന്താണ് ഒരുമിച്ച് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും സ്റ്റേറ്റ് GSTയും സെൻട്രൽ GSTയും ഒക്കെ വരുന്ന GST ആപ്ലിക്കബിൾ ആയി എന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത് ഈ ഒരു സ്ലൈഡാണ്. എന്താണ് സെൻട്രൽ ലെവലിൽ ഏതൊക്കെ ടാക്സസ് ആണ്, ഏതൊക്കെ പരോക്ഷ നികുതികളാണ് സെൻട്രൽ ലെവലിൽ നിന്ന് GSTയിലേക്ക് ലയിപ്പിച്ചതെന്നും ഏതൊക്കെ ടാക്സുകളാണ് സംസ്ഥാന ലെവലിൽ നിന്ന് GSTയിലേക്ക് ലയിപ്പിച്ചത് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. സെൻട്രൽ ടാക്സസ് ഏതൊക്കെയായിരുന്നു? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ്, എക്സൈസ് ഡ്യൂട്ടി ലെവിഡ് അണ്ടർ മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട്, അഡീഷണൽ ഡ്യൂട്ടീസ് ഓൺ കസ്റ്റംസ് CVD ആൻഡ് SAD, ദെൻ സർവീസ് ടാക്സ് ആൻഡ് സർചാർജസ് ആൻഡ് സെസ്സസ്. ഓക്കെ, ഇത്രയും കേസുകളാണ്, ഇത്രയും കാര്യങ്ങളാണ് സെൻട്രൽ ലെവലില് വാങ്ങിയിരുന്ന എന്തെന്ന് പറയുന്നത് ഇൻഡയറക്ട് ടാക്സസ് ആണ്. സർചാർജസ് ആൻഡ് സെസ്സസ് എക്സ്ട്രാ വരുന്നതാണ്. അതല്ലാതെ പരോക്ഷ മറ്റേ എന്താണ് നികുതി ഇതര വരുമാനമാണ് സർചാർജസ് ആൻഡ് സെസ്സസ്. അതല്ലാതെ നമ്മുടെ സെൻട്രൽ ടാക്സസ് ഇൻഡയറക്ട് ടാക്സസ് ആയിട്ട് വരുന്നത് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ്, എക്സൈസ് ഡ്യൂട്ടി ലെവിഡ് അണ്ടർ മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട്, അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റംസ് ആൻഡ് സർവീസ് ടാക്സ്. ഇത്രയും സെൻട്രൽ ലെവലിലായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. അതെല്ലാം സെൻട്രൽ GSTയിലേക്ക് CGSTയിലേക്ക് ലയിപ്പിക്കുകയാണ്. സർചാർജസും സെസ്സസും വരുന്നുണ്ട്. ദെൻ സ്റ്റേറ്റ് ടാക്സ്, സംസ്ഥാന നികുതിയുടെ ഭാഗമായിട്ട് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ടാക്സ് അല്ലെങ്കിൽ സെയിൽസ് ടാക്സ്, വിൽപ്പന നികുതി. ദെൻ സെൻട്രൽ സെയിൽസ് ടാക്സ്, നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. സെൻട്രൽ സെയിൽസ് ടാക്സ് ആരാണ് കളക്ട് ചെയ്തിരുന്നത്? കേന്ദ്ര വിൽപ്പന നികുതി സംസ്ഥാനങ്ങളാണ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് സംസ്ഥാന തലത്തിൽ നിന്ന് സംസ്ഥാന GSTയിലേക്ക് ലഭിച്ചു. പർച്ചേസ് ടാക്സ്, പിന്നെ ഏറ്റവും ശ്രദ്ധിക്കുക എന്റർടൈൻമെന്റ് ടാക്സ് അതർ ദാൻ ദോസ് ലെവിഡ് ബൈ ലോക്കൽ ബോഡീസ്. ലോക്കൽ ബോഡീസ് എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കളക്ട് ചെയ്യുന്ന വിനോദ നികുതി ഇപ്പോഴും അവർ തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. അത് GSTയിലേക്ക് ലഭിച്ചിട്ടില്ല. അതല്ലാതെ വരുന്ന സംസ്ഥാന സർക്കാരുകൾ കളക്ട് ചെയ്തിരുന്ന വിനോദ നികുതി എല്ലാം ഇപ്പം സ്റ്റേറ്റ് GSTയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദെൻ ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ്, ഇതിന് മറ്റൊരു പേരുണ്ട് ഒക്ട്രോയ് ടാക്സ്. അങ്ങനെയാണ് ഇനി പേടിക്കേണ്ട. ഒക്ട്രോയ് ടാക്സ്, എൻട്രി ടാക്സ് ഓർ ഒക്ട്രോയ് ടാക്സ്, ഓൾ ഫോംസിലുള്ളത്. ദെൻ ടാക്സസ് ഓൺ ലോട്ടറി, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്, ഇതെല്ലാം സംസ്ഥാന നികുതിയുടെ ഭാഗമായിരുന്നു, സംസ്ഥാന പരോക്ഷ നികുതിയായിരുന്നു. അതെല്ലാം സംസ്ഥാന GSTയിലേക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ സർചാർജസ് ആൻഡ് സെസ്സസ്, ഇതെല്ലാം ചേർന്നു. സെൻട്രൽ ലെവലിൽ ഇത്രയും ടാക്സസ്, സ്റ്റേറ്റ് ലെവലിൽ ഇത്രയും ടാക്സസ്, ഇതെല്ലാം ലയിപ്പിച്ചിട്ട് GST എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക്, ഗൂഡ്സ് ആൻഡ് സർവീസസ് ടാക്സിലേക്ക് വരികയാണ്. മനസ്സിലായോ? അപ്പോ ഇത്രയും കോംപ്ലക്സ് ആയിരുന്ന പരോക്ഷ നികുതിയെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു വൺ നേഷൻ വൺ മാർക്കറ്റ് വൺ ടാക്സ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ദെൻ GSTയുടെ ഡിഫറെന്റ് ടൈപ്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഏതൊക്കെയാണ്? സെൻട്രൽ ഗൂഡ്സ് ആൻഡ് സർവീസസ് ടാക്സസ് CGST അല്ലെ, സെൻട്രൽ ഗൂഡ്സ് ആൻഡ് സർവീസസ് ടാക്സസ് CGST. നമ്മൾ നേരത്തെ പറഞ്ഞ സെൻട്രൽ ലെവലിൽ വരുന്ന ഈ പറയുന്ന നികുതി സമ്പ്രദായങ്ങളെല്ലാം, ഈ പറയുന്ന നികുതികളെല്ലാം സെൻട്രൽ GSTയിലേക്കാണ് ലയിപ്പിച്ചിട്ടുള്ളത്. ഇത് സെൻട്രൽ ആണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, അവരാണ് ഇത് സ്വീകരിക്കുന്നത്. അവർക്കുള്ള ടാക്സ് ആണ്, കേന്ദ്ര ഗവൺമെന്റിലുള്ള ടാക്സ് ആണ് അല്ലെ. CGST is the GST levied by central government of India on the transaction of goods and services with a union or state or union territory അല്ലെ. ഒരു സംസ്ഥാനത്തോ ഒരു യൂണിയൻ ടെറിട്ടറിയിലോ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സെൻട്രൽ GST കളക്ട് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഒരു സംസ്ഥാനത്തിനകത്ത്, മനസ്സിലായി, സംസ്ഥാനത്തിനകത്ത് അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനകത്ത്, അതായത് കേരളത്തിൽ ഒരു സാധനം ഉണ്ടാക്കി ഉത്പാദിപ്പിച്ച് കേരളത്തിൽ തന്നെ വിൽക്കുകയാണ്. ഓക്കെ, അവിടെയാണ് CGST വരുന്നത്. കേരളത്തിൽ ആവുമ്പോൾ അവിടെ കേരളത്തിന്റെ SGST വരും. ഇനി അതല്ല നമ്മുടെ ലഡാക്കിലാണെങ്കിൽ, ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശം ആയതുകൊണ്ട് അവിടെ CGST സെൻട്രൽ GSTയും അവരുടെ യൂണിയൻ ടെറിട്ടറി GST എന്ന് പറഞ്ഞ സംവിധാനം അതും വരും കേട്ടോ. ഒരു സംസ്ഥാനത്തിനകത്ത് ഉത്പാദിപ്പിച്ച് അവിടെ തന്നെ വിൽക്കുമ്പോഴാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഏതൊക്കെയാണ്? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ സെയിൽസ് ടാക്സ്, അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി, SAD സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി തുടങ്ങിയവയൊക്കെ ഇതിലേക്ക് എന്ത് ചെയ്തു, ലയിപ്പിച്ചു, സെൻട്രൽ GSTയിലേക്ക് ലയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ സ്റ്റേറ്റ് ഗൂഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് SGST. SGST എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംസ്ഥാനത്തിനകത്ത് എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവിടെ സംസ്ഥാനം കളക്ട് ചെയ്യുന്ന നികുതിയാണ്, GST ആണ് സ്റ്റേറ്റ് GST എന്ന് പറയുന്നത്. SGST is the GST levied by state on transactions of goods and services within the state.
എന്തിനാണ് ഈ പ്രത്യേകം പറയുന്നത് സംസ്ഥാനത്തിനകത്ത് എന്നുള്ളത്? സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് വിൽക്കുമ്പോൾ അവിടെ വേറെ GST ആണ് വരുന്നത്, നമ്മൾ പഠിക്കും. ദെൻ ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ 2 നികുതിയെ വരിക. ഒന്ന് സെൻട്രൽ GST, കേന്ദ്ര GST, മറ്റേത് സംസ്ഥാന GST, സ്റ്റേറ്റ് GST, SGST. ഓക്കെ, വാല്യൂ ആഡഡ് ടാക്സ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് GST വന്നിട്ടുള്ളത്. ആൻഡ് SGST സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമാണ് കിട്ടുക. SGST ആർക്കുള്ള അധികാരമാണ്? അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. കേരളത്തിൽ ഒരു സാധനം ഉത്പാദിപ്പിച്ച് കേരളത്തിൽ വിറ്റു, അതിന്റെ സ്റ്റേറ്റ് GST കേരളത്തിന് തന്നെയാണ് കിട്ടുക. വേറെ ആർക്കും കേന്ദ്ര ഗവൺമെന്റിനോ വേറെ ആർക്കും അത് ഷെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനിയുള്ള സാധനമാണ് ഇന്റഗ്രേറ്റഡ് GST അല്ലെങ്കിൽ IGST എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നത് സ്റ്റേറ്റ് GSTയും സെൻട്രൽ GSTയും സെയിം ആയിരിക്കും കേട്ടോ. അതായത് ഇപ്പോ ഒരു സാധനത്തിൽ 18% GST ആണുള്ളതെന്ന് വിചാരിക്കാം. കേരളത്തിലെ സാധനം ഉത്പാദിപ്പിച്ചു, അത് കേരളത്തിൽ തന്നെ വെക്കും, അതിന് 18% GST എങ്കിൽ ടോട്ടൽ 18 ആണെങ്കിൽ 9% ആര് കളക്ട് ചെയ്യും? സെൻട്രൽ GST കേന്ദ്ര ഗവൺമെന്റ്, ബാക്കി 9% SGST സംസ്ഥാന ഗവൺമെന്റ് ആണ് കളക്ട് ചെയ്യുന്നത്. ആ രീതിയിലാണ് പോകുന്നത് കേട്ടോ. രണ്ട് തുല്യമായിരിക്കും. ദെൻ ഇന്റഗ്രേറ്റഡ് GST അവിടെ വരുന്നത്, ഇന്റഗ്രേറ്റഡ് GST വരുന്നത് കേരളത്തിൽ ഒരു സാധനം ഉത്പാദിപ്പിക്കുന്നു, അത് തമിഴ്നാട്ടിൽ വിൽക്കുന്നു. കേരളത്തിൽ ഒരു സാധനം ഉത്പാദിപ്പിക്കുന്നു, തമിഴ്നാട്ടിൽ വിൽക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നത് GST എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലക്ഷ്യസ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ടാക്സ് സിസ്റ്റം ആണ് GST എന്ന് പറയുന്നത്. എന്താണത്? എവിടെയാണോ അവസാനം അത് വിൽക്കുന്നത്, അല്ലെ, ആരാണോ അവസാനം കൺസ്യൂം ചെയ്യുന്നത് അവർക്കാണ് നികുതിയുടെ ഗുണം ലഭിക്കുക. നേരെ കുറച്ച് മുമ്പുണ്ടായിരുന്ന വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്ന സംവിധാനമാണ് മുമ്പുണ്ടായിരുന്നത്, വാറ്റ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ ഉത്പാദിപ്പിച്ചത് അവിടെ മാത്രമാണ് എന്ത് ചെയ്യുക, അതിന്റെ ടാക്സ് കിട്ടുക. കേരളത്തിലെ സാധനം ഉത്പാദിപ്പിച്ചത് നമ്മൾ ഇന്ത്യയിൽ എവിടെ വിറ്റാലും അതിന്റെ നികുതി കേരളത്തിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ GST വന്നതോടുകൂടി GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. കേരളത്തിൽ ഉത്പാദിപ്പിച്ചാലും തമിഴ്നാട്ടിൽ ഉത്പാദിപ്പിച്ചാലും അത് വിൽക്കുന്നത് കർണാടകയിലാണെങ്കിൽ കർണാടകയ്ക്കാണ് അതിന്റെ നികുതിയുടെ ഗുണം ലഭിക്കുക. ഓക്കെ, അതാണ് GSTയുടെ പ്രത്യേകത. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റമാണ്, ലക്ഷ്യസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ CGST ആൻഡ് SGST ആർ GST levied on ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. വിത്തിൻ ദ സ്റ്റേറ്റ് ആണ് CGST SGST വരുന്നത്. ഇന്റർ സ്റ്റേറ്റ് ആകുമ്പോൾ ഒരു സംസ്ഥാനത്ത് ഉത്പാദിപ്പിച്ച് മറ്റൊരു സംസ്ഥാനത്ത് വിൽക്കുകയാണെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് അവിടെ ഒറ്റ GST ഉള്ളൂ, വിച്ച് ഇസ് IGST. ഫുൾ ഫോം ഇന്റഗ്രേറ്റഡ് GST, ഇന്റഗ്രേറ്റഡ് ഗൂഡ്സ് ആൻഡ് സർവീസസ്. രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് IGST വരുന്നത്. ഈ IGST കളക്ട് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും. ഇപ്പൊ കേരളത്തിൽ ഒരു സാധനം നമ്മൾ ഉത്പാദിപ്പിച്ചു, അത് നമ്മൾ തമിഴ്നാട്ടിൽ വിറ്റു. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഇതിന്റെ ഭാഗമായിട്ട് GST കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. അവർ കളക്ട് ചെയ്യുന്നത് IGST ആയിരിക്കും, ഇന്റഗ്രേറ്റഡ് GST ആയിരിക്കും. ഈ ഇന്റഗ്രേറ്റഡ് GST സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്തിട്ട് അതിന്റെ പകുതി സംസ്ഥാനങ്ങളുടെ വിഹിതമായിട്ട് തിരിച്ചു കൊടുക്കും. അത് ആർക്കാ കൊടുക്കുക? കേരളത്തിന് കിട്ടില്ല. അത് ആർക്കാ കിട്ടുക? തമിഴ്നാട്ടിനാണ് കിട്ടുക. കാരണം തമിഴ്നാട്ടിൽ നിന്നാണല്ലോ അത് വിറ്റത്, അതുകൊണ്ട് തമിഴ്നാട്ടിലാണ്. ഓക്കെ, IGST കളക്ട് ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. അതിൽ നിന്ന് സംസ്ഥാനത്തിന്റെ വിഹിതം സംസ്ഥാനത്തിന് തിരിച്ചു കൊടുക്കും. ഏത് സംസ്ഥാനത്തിന് അവസാനം എവിടെയാണോ അത് വിറ്റത് ആ സംസ്ഥാനത്തിനാണ് തിരിച്ചു കൊടുക്കുക. ഓക്കെ, സോ IGST is collected by central government and reimbursed later to the respective state. ഏതാ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണോ അവസാനം വിറ്റിട്ടുള്ളത് അവർക്കാണ് തിരിച്ചു കൊടുക്കുക. യൂണിയൻ ടെറിട്ടറി GST അല്ലെങ്കിൽ UTGST. UTGST വരുന്നത് എവിടെയാണ്? നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ, സംസ്ഥാനങ്ങളല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് യൂണിയൻ ടെറിട്ടറി GST വരുന്നത്. 5 യൂണിയൻ ടെറിട്ടറീസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ദാമൻ ദിയു, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, ലഡാക്ക്. ഇപ്പൊ എത്ര എണ്ണമാണ്? ദാമൻ ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി, അത് രണ്ടും ഒരുമിച്ചല്ലോ ഇപ്പോ, ഒറ്റ കേന്ദ്രഭരണ പ്രദേശം. ചണ്ഡീഗഡ് 2, ലഡാക്ക് 3, ലക്ഷദ്വീപ് 4, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് 5. ഈ 5 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് UTGST ഉള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കുക 8 കേന്ദ്രഭരണ പ്രദേശങ്ങളില്ലേ മൊത്തം എന്നുള്ളത്? ബാക്കി 3 എണ്ണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി 3 എണ്ണമായിട്ടുള്ള ഡൽഹി, പോണ്ടിച്ചേരി, ജമ്മു കാശ്മീർ, ഈ 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലെജിസ്ലേഷൻ ഉള്ളതുകൊണ്ട്, നിയമസഭ ഉള്ളത് കൊണ്ട് അവിടെ സ്റ്റേറ്റ് GST ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ലെജിസ്ലേഷൻ, നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ, ഇതിൽ 3ലും സ്റ്റേറ്റ് GST ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ലെജിസ്ലേഷൻ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള മറ്റ് 5 എണ്ണത്തിലാണ് UTGST, യൂണിയൻ ടെറിട്ടറി GST ഉള്ളത്. ആൻഡ് ടോട്ടൽ GST ലെവിഡ് ഓൺ ഇൻ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സെൻട്രൽ GST വരും, അതിന്റെ പുറമെ UTGSTയും വരും. CGST ആൻഡ് UTGST. ഇവിടെ എന്ത് ആപ്ലിക്കബിൾ അല്ല? സ്റ്റേറ്റ് GST ആപ്ലിക്കബിൾ അല്ല. സ്റ്റേറ്റ് GST ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ലെജിസ്ലേച്ചർ ഉള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമാണ്. അപ്പൊ കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള പോണ്ടിച്ചേരി, ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ, ഇവിടെ സ്റ്റേറ്റ് GST ആണ് ആപ്ലിക്കബിൾ, അവിടെ UTGSTയുടെ ആവശ്യം ഇല്ല. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത് വരുന്നത് നമ്മളുടെ GST നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്.
GST നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത നോൺ പ്രോഫിറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഈ പറയുന്ന GST നെറ്റ്വർക്ക്. ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് GST നെറ്റ്വർക്ക്. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മുടെ GSTയുടെ IT ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിക്കുന്നു. GSTക്ക് വേണ്ടുന്ന എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും നൽകിക്കൊണ്ട് അതിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നട്ടലായിട്ട് പ്രവർത്തിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ ബോർഡ് സെറ്റപ്പ് ടു ഓപ്പറേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ബാക്ക് ബോൺ ഓഫ് GST. സെൻട്രൽ ഗവൺമെന്റ് 24.5% ഓഹരി ഉണ്ട്. സംസ്ഥാനങ്ങൾക്ക് 24.5% ഓഹരി ഉണ്ട്. ആൻഡ് 49% ഓഹരി അങ്ങനെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും കൂടെ ഉണ്ട്. ബാക്കി 51% എന്താണ് 5 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? LIC ഹൗസിംഗ് ഫിനാൻസ് 11% ഓഹരി, ICICI ബാങ്ക്, HDFC ആൻഡ് HDFC ബാങ്ക് ആൻഡ് NSC സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വിത്ത് 10% സ്റ്റേക്ക്. 4 സാധനങ്ങളിൽ 10%, പിന്നെ നമ്മുടെ LICക്ക് 11%, അങ്ങനെ 51%, 24% കേന്ദ്രത്തിനും ബാക്കി 24% സംസ്ഥാനങ്ങൾക്കും. ഇങ്ങനെയാണ് ഇതിന്റെ 100% ഓഹരികൾ. അതിങ്ങനെ 51% പ്രൈവറ്റിലാണ്, 49% സംസ്ഥാനങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ്, സർക്കാരിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അതൊരു ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. And GST network had awarded Infosys Limited the contract to develop the hardware and software for GST. അല്ലെ, GSTക്ക് ആവശ്യമായിട്ടുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും നിർമ്മിക്കാൻ ആരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് GST നെറ്റ്വർക്ക് എന്ന് ചോദിച്ചാൽ അത് ഇൻഫോസിസ് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് കേട്ടോ. ഇൻഫോസിസ് ലിമിറ്റഡിനെയാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആണ്. ആൻഡ് എ സെക്ഷൻ ഓഫ് 25 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വിത്ത് സ്ട്രാറ്റജിക് കൺട്രോൾ വിത്ത് ദ ഗവൺമെന്റ്, അതാണ് GST നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. 25 പ്രൈവറ്റ് ലിമിറ്റഡ് 25 എന്ന് പറയുന്ന സെക്ഷൻ, കമ്പനി ആക്ടിന്റെ 25 സെക്ഷൻ 25 പ്രകാരമാണ് ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അല്ലാതെ 25 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് എന്നുള്ളതല്ല. സെക്ഷൻ 225 കമ്പനി ആക്ടിന്റെ 25ാമത്തെ സെക്ഷൻ പ്രകാരമാണ് ഇത് രൂപീകൃതമായിട്ടുള്ളത്. ഗവൺമെന്റിനാണ് ഇതിന്റെ സ്ട്രാറ്റജിക് കൺട്രോൾ ഉള്ളത്. ദെൻ GST രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ, റിട്ടേൺസ് ഫയൽ ചെയ്യുക, ടാക്സ് പേയ്മെന്റ്സ്, ഇതിനൊക്കെ സഹായിക്കുന്നത് GST നെറ്റ്വർക്ക് ആണ്. 25 സ്റ്റേറ്റ്സിന്റെ പിന്നെ ബാക്ക് ആൻഡ് എൻഡ് മൊഡ്യൂൾസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഫോസിസ് ആണ് ഇതിന്റെ മാനേജ് സർവീസ് പ്രൊവൈഡർ. ഓൾറെഡി നമ്മൾ പഠിച്ചു, ഇൻഫോസിസിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. 34 GST സുവിധാ പ്രൊവൈഡേഴ്സും ഇതിന്റെ ഭാഗമായിട്ട് GST നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇതിനെ സഹായിക്കുന്നതിന് വേണ്ടി കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇൻഫോസിസ് ആണ് അവിടെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്തത് GST നെറ്റ്വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് GST കോമ്പൻസേഷൻ ആക്ട് ആണ്. 2017 GST ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുള്ള GST കോമ്പൻസേഷൻ ആക്ട് ആണ്. ഇത് മുഴുവൻ വായിക്കുന്നതിന് പകരം ഞാൻ സിമ്പിൾ ആയിട്ട് കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം, പിന്നീട് നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് GST നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് 14% GST നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് അടുത്ത 5 വർഷത്തേക്ക് 14% വളർച്ച സംസ്ഥാനങ്ങൾക്ക്, വരുമാന വർധന സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് കരുതപ്പെട്ടത്. അങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട് പറയുന്നത്. അങ്ങനെ 14% വളർച്ച അല്ലെങ്കിൽ 14% വരുമാന വർധന GST നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അത്തരം സംസ്ഥാനങ്ങൾക്ക് ആ 14%ത്തിലേക്ക് ബാക്കി എത്രയാണുള്ളത് ആ തുക GST നഷ്ടപരിഹാരമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കും എന്ന് GST ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് GST കോമ്പൻസേഷൻ ആക്ട് 2017. മനസ്സിലായില്ലേ? GST നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി അടുത്ത 5 വർഷ കാലഘട്ടത്തിലേക്ക് 14% വരുമാന വർധന സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ 14% വർധന ഇല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് ആ ബാക്കി വരുന്ന 14%ത്തിലേക്ക് എത്ര തുകയാണോ ബാക്കിയുള്ളത് അത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കും എന്ന് പറയുന്ന ആക്ടാണ് GST കോമ്പൻസേഷൻ ആക്ട് 2017. As per the GST Act, Compensation Act 2017, loss of revenue to the states on account of implementation of goods and services tax is payable during the transition period of 5 വർഷം. 5 വർഷത്തേക്കുള്ളൂ. 2017 to 2022 വർഷത്തേക്കുള്ളത് കാണുന്നത്. The Act says that financial 2015-16 is to be taken as the base year for calculating compensation amount. 2015-16 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ, അതിന്റെ ബേസ് പീരീഡ് ആയിട്ട്. And projected nominal growth rate of revenue subsumed for a state during the transition period shall be 14% per annum. വർഷത്തിൽ 14%, ഈ 5 വർഷ കാലഘട്ടത്തിലേക്ക് വർഷത്തിൽ 14% വരുമാന വർധനയാണ് പ്രതീക്ഷിക്കുന്നത്. ആ 14% കിട്ടിയില്ലെങ്കിൽ ബാക്കി ആര് കൊടുക്കും? 14%ത്തിലേക്കുള്ള ബാക്കി തുക GST കോമ്പൻസേഷൻ ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കും എന്നുള്ളതാണ് ഈ ആക്ടിനകത്ത് പറയുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന് എക്സ്ട്രാ വരുമാനം കണ്ടെത്തേണ്ടതുണ്ട് അല്ലെ. അത് കണ്ടെത്താൻ വേണ്ടി ഇവർ ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ്, GST കൗൺസിൽ അലോ ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ GST കൗൺസിൽ
നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് അടുത്ത 5 വർഷ കാലഘട്ടത്തേക്ക് ഈ ചില ചരക്കുകൾ, നല്ല ആഡംബര വസ്തുക്കൾ ഉൾപ്പെടുന്ന ചരക്കുകൾക്കൊക്കെ, ഗൂഡ്സിനൊക്കെ 28% ഏറ്റവും കൂടുതൽ GST നിരക്ക്, GST സ്ലാബ് നമ്മൾ പഠിക്കും, 28% ചുമത്താൻ അഡീഷണൽ ആയിട്ട് 28% വരുന്ന, അതായത് ആഡംബര വസ്തുക്കൾക്ക് 28% ചുമത്താനുള്ള ഒരു ഐഡിയ കൊടുത്തിട്ടുണ്ട്, അധികാരം കൊടുത്തിട്ടുണ്ട്. അതിന്റെ പുറമെ 28% ചുമത്തുന്ന ആഡംബര വസ്തുക്കൾക്ക് 28% GSTക്ക് പുറമെ അധിക സെസ് ചുമത്താനും കേന്ദ്ര ഗവൺമെന്റിനെ അനുവദിച്ചിട്ടുണ്ട്, GST കൗൺസിൽ അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഈ സെസ് ചുമത്തി കിട്ടുന്ന അധിക വരുമാനം ആർക്ക് കൊടുക്കും? സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാനും ഇവർക്ക് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. The government needs extra revenue to compensate the state, and so the GST Council allowed the center to impose additional cesses for 5 years on certain goods over and above the highest tax bracket 28%. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിലവിലുള്ള GST പെർസെന്റേജ് എന്ന് പറയുന്നത് 28% ആണ്. ഈ 28%-നകത്ത് വരുന്ന ആഡംബര വസ്തുക്കൾക്ക് അതിന് പുറമെ എന്താണ് അഡീഷണൽ സെസ് ചുമത്താൻ GST കൗൺസിൽ കേന്ദ്ര സർക്കാരിന് അധികാരം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ കിട്ടുന്ന അധിക സെസ്സിലൂടെ കിട്ടുന്ന വരുമാനം, ടൊബാക്കോ പ്രൊഡക്ട്സ്, കോള്, മോട്ടോർ വെഹിക്കിൾസ്, പിന്നെ ഹൈ വാല്യൂ ഉള്ള കാറ്, പേഴ്സണൽ എയർക്രാഫ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ കിട്ടുന്ന ഈ പൈസ, അധിക വരുമാനം, സെസ്സിലൂടെ കിട്ടുന്ന അധിക വരുമാനം എന്ത് ചെയ്യും? സംസ്ഥാനങ്ങൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്, നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യം കൂടെ അവിടെ എന്ത് ചെയ്യാം? ഓർത്തിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ നമ്മൾ എല്ലാ ആസ്പെക്റ്റും ഓരോന്നായിട്ട് വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി അല്ലെങ്കിൽ NAA, ഇതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് GST കൗൺസിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു ഏജൻസിയാണ് നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി, NAA എന്ന് പറയുന്നത്. അതൊരു 5 അംഗ കമ്മിറ്റിയാണ്. ഈ 5 അംഗ കമ്മിറ്റിക്ക് ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും. ഈ ചെയർമാൻ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത, കേന്ദ്ര സർക്കാരില് സെക്രട്ടറി പദവിയിൽ ഇരുന്ന ആളോ അല്ലെങ്കിൽ നിലവിൽ ഇരിക്കുന്ന ഒരാൾക്കോ മാത്രം, കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറി പോസ്റ്റിൽ ഇരുന്ന ആളോ അല്ലെങ്കിൽ ഇരിക്കുന്ന ആൾക്കോ മാത്രമേ ഇതിന്റെ ചെയർമാനായിട്ട് വരാനായിട്ട് പറ്റുള്ളൂ. സെക്രട്ടറിയോ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പോസ്റ്റിൽ. ദെൻ 4 ടെക്നിക്കൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ ടെക്നിക്കൽ മെമ്പേഴ്സ് ഒന്നുകിൽ നമ്മുടെ സ്റ്റേറ്റോ സെൻട്രൽ ടാക്സിന്റെയോ കമ്മീഷണർമാരായിട്ട് ഇരുന്ന ആളുകളായിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ആളുകളായിരിക്കണം. അങ്ങനെ 4 അംഗങ്ങൾ, മൊത്തം 5 അംഗങ്ങൾ. എങ്ങനെയാണ്? ചെയർമാൻ എന്ന് പറയുന്നത് സെക്രട്ടറി ആണെങ്കിൽ ഇരുന്ന ആളോ അല്ലെങ്കിൽ ഇരിക്കുന്ന ആളോ ആയിട്ടുള്ള ആള്. ദെൻ 4 ടെക്നിക്കൽ അംഗങ്ങൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ടാക്സിന്റെ കമ്മീഷണർമാരായിട്ട് നിലവിലിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഇരുന്ന ആളുകളോ ഉൾപ്പെടുന്ന 5 അംഗ കമ്മിറ്റിയാണുള്ളത്. പിന്നെ ഇതിലൊരു സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കും അഡീഷണൽ ആയിട്ട്. ആ സെക്രട്ടറി എന്ന് പറയുന്നത് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് സേഫ് ഗാർഡ്സ് ആയിരിക്കും. അദ്ദേഹമാണ് ഈ പറയുന്ന ആന്റി പ്രോഫിറ്റിയറിംഗ്, നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് വരിക. അപ്പൊ എന്തിനാണ് ഈ പറയുന്ന ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി, നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി വരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടാണ്. GST നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് അഴിമതി നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കാലയെ കൂട്ടി തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി പ്രവർത്തിക്കുന്നത്. The authority will determine the method and procedure for determining whether the reduction in rate or the benefit of the input tax credit has been passed on by the seller to the buyer by reducing the prices. അതായത് കൺസ്യൂമറിന് അല്ലെങ്കിൽ നമ്മുടെ വാങ്ങുന്ന ആൾക്ക്, ബയ്യർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് സെല്ലർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ആയാലും ശരി, അതല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് മറ്റേതെങ്കിലും രീതിയിലുള്ള ആനുകൂല്യങ്ങൾ, GST നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് സെല്ലറിൽ നിന്ന് ഈ പറയുന്ന ബയ്യർക്ക് കിട്ടുന്നുണ്ടോ, അത് കൃത്യമായിട്ട് ഉറപ്പുവരുന്നതിന് വേണ്ടിയിട്ട്, കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ പറഞ്ഞ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റിയാണ് ചെയ്യുന്നത്. ഇത് 2 വർഷത്തേക്ക് എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. ചെയർമാൻ ഈ പറയുന്ന ഓഫീസിൽ എൻ്റർ ചെയ്യുന്നതിലൂടെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ചെയർമാൻ വന്നു കഴിഞ്ഞാൽ ചെയർമാൻ അതിൽ എൻ്റർ ചെയ്ത ഓഫീസിൽ അദ്ദേഹം ചെയർമാൻഷിപ്പ് ഏറ്റെടുത്തതിന് ശേഷം 2 വർഷത്തേക്കാണ് ഇതിന്റെ വാലിഡിറ്റി വരുന്നത്. അല്ലെങ്കിൽ GST കൗൺസിൽ വേറെ എന്തെങ്കിലും പറയുന്നത് വരെ. GST കൗൺസിലാണ് പൂർണ്ണ അധികാരമുള്ളത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 2 വർഷം വരെ അവർ നിൽക്കും എന്നുള്ളതാണ് നാഷണൽ ആന്റി പ്രോഫിറ്റിംഗ് അതോറിറ്റി. GST വന്നതിന് ശേഷം കേട്ടോ, ആ ചെയർമാൻ ഓഫീസ് ഏറ്റെടുത്തതിന് ശേഷം 2 വർഷത്തേക്ക് എന്നുള്ളതാണ്. ആൻഡ് GST കൗൺസിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റീനെയും ഒരു സ്റ്റേറ്റ് ലെവൽ സ്ക്രീനിങ് കമ്മിറ്റീനെയും ഈ പറയുന്ന ആന്റി പ്രോഫിറ്റിയറിംഗിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കൊണ്ടുവരും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടാവും. അത് അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം നാഷണൽ ലെവലിൽ GST കൗൺസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ ഒരു സ്ക്രീനിങ് കമ്മിറ്റിയും വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ
എന്താണ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഓഫീസേഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ളതിന്റെ കുറച്ച് ആസ്പെക്ട് നമ്മൾ പറയാം. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ GST കൗൺസിൽ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മൾ വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ അവിടെ പറയാണ്. ഫിനാൻസ് മിനിസ്റ്ററിന്റെ പ്രസംഗം പ്രകാരം ഫസ്റ്റ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ് GST കൗൺസിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് എന്താണ്, നമ്മുടെ GST കൗൺസിൽ ആണെന്നുള്ളതാണ്. രാജ്യത്തെ ടാക്സേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അപ്രൂവൽ കൊടുക്കുന്നതും അന്തിമ തീരുമാനം എടുക്കുന്നതും ആരാണ്? GST കൗൺസിലാണ്. ഈ പറയുന്ന GST കൗൺസിലിനകത്ത് സെൻട്രൽ ഉണ്ട്, 28 സംസ്ഥാനങ്ങളുണ്ട്, ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ ഉൾപ്പെടുന്ന 3 നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടെ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പൊ എത്ര എണ്ണമാണ്? 28, 3, 31, 2, 33 അംഗങ്ങളാണ് ടോട്ടൽ ഉള്ളത്. നമ്മൾ അടുത്തതിൽ പഠിക്കും ടോട്ടൽ എത്ര പേരാണുള്ളത്. 33 അംഗങ്ങളാണുള്ളത്. 33 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ 28 പേര് സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിമാര്, കേന്ദ്രത്തിന്റെ ധനകാര്യമന്ത്രിയാണ് GST കൗൺസിലിലെ ചെയർമാൻ, പിന്നെ കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയും അതിനകത്ത് ഉൾപ്പെടും. അങ്ങനെ 2 പേര് കേന്ദ്രത്തിന്റെ അംഗങ്ങൾ, പിന്നെ എന്താണ് സംസ്ഥാനങ്ങളിൽ നിന്ന് 28 പേര് ധനകാര്യമന്ത്രിമാർ, പ്ലസ് 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭ ഉള്ളതുകൊണ്ട് അവിടുത്തെ ധനകാര്യമന്ത്രിമാർ ഉൾപ്പെടുന്ന 33 അംഗങ്ങളാണ് GST കൗൺസിലുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന് 1/3 ആണ് അതിൽ വോട്ടിംഗ് റൈറ്റ്സ് വരുന്നത്. ആൻഡ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് 2/3 ആണ് വെയിറ്റഡ് വോട്ട്സ് വരുന്നത്. എന്താണ് വെയിറ്റഡ് വോട്ട്സ്? അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇതിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതിന്റെ മെജോറിറ്റി അനുസരിച്ചിട്ടാണ്. ഈ വെയിറ്റഡ് വോട്ട്സിന്റെ മെജോറിറ്റി അനുസരിച്ചിട്ടാണ്, ഭൂരിപക്ഷ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് GST കൗൺസിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ആൻഡ് GST കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ്, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് GST കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ആൻഡ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് അതിനകത്ത് ഇൻചാർജ് അല്ലെ, റവന്യൂവിന്റെ ചാർജ് ഉള്ള ഒരു ധനകാര്യ സഹമന്ത്രി അല്ലെ, റവന്യൂ സഹമന്ത്രിയോ അല്ലെങ്കിൽ ധനകാര്യ സഹമന്ത്രിയോ അതിൽ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ അംഗമായിട്ടുണ്ടാവും. പിന്നെ 28 അംഗങ്ങൾ സംസ്ഥാന ധനകാര്യമന്ത്രിമാരായിരിക്കും. പിന്നെ 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിയമസഭയുണ്ട്. അപ്പൊ അവിടുത്തെ ധനകാര്യമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇവരെ എന്തിനൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് കൊടുക്കുന്നത്? നമ്മുടെ രാജ്യത്തിലെ ഏതൊക്കെ ടാക്സുകളും സെസ്സും സർചാർജസും ആണ് GSTയിലേക്ക് ലയിപ്പിക്കേണ്ടത് എന്നുള്ളത് ഇവരാണ് തീരുമാനിക്കുന്നത്. ഏതൊക്കെ സർവീസസിനെയാണ് അല്ലെങ്കിൽ ഗൂഡ്സിനെയാണ് GSTയിലേക്ക് ഇനി കൊണ്ടുവരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഇവരാണ്. GSTയുടെ റേറ്റ് തീരുമാനിക്കുന്നത്, വിവിധ സ്ലാബുകളും റേറ്റുകളും ഒക്കെ തീരുമാനിക്കുന്നത് GST കൗൺസിലാണ് അന്തിമമായിട്ട്. ഇനി GSTയിൽ നിന്ന് ഒഴിവാക്കേണ്ട സാധനങ്ങളെ അതിന്റെ ടൈം ഫ്രെയിം തീരുമാനിക്കുന്നത്, എക്സ്ക്ലൂഡ് ചെയ്യേണ്ട സാധനങ്ങളെയും ഇൻക്ലൂഡ് ചെയ്യേണ്ട ടൈം ഫ്രെയിം തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പെട്രോള് GST അല്ല, അല്ലാതെ GSTയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ GST കൗൺസിലാണ് അത് തീരുമാനിക്കുന്നത് അല്ലെ. മദ്യം GSTക്കകത്ത് എന്താണ് മനുഷ്യോപഭോഗത്തിനുള്ള മദ്യം ഇതുവരെ GSTക്കകത്ത് കൊണ്ടുവന്നിട്ടില്ല. അത് കൊണ്ടുവരണം തീരുമാനിക്കുന്നത് GST കൗൺസിലാണ് അല്ലെ. അതുപോലെ ടാക്സ് എക്സംഷൻ ലിമിറ്റും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് GST കൗൺസിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 40 ലക്ഷം വരെയാണ് പുതിയ ലിമിറ്റ്. 40 ലക്ഷത്തിന് മുകളിലുള്ള ആളുകളാണ് എന്ത് ചെയ്യേണ്ടത്? സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ GSTയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലെ. 20 ലക്ഷത്തിൽ താഴെ വരുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ സിക്കിം ഉൾപ്പെടെയുള്ള 20 ലക്ഷത്തിൽ താഴെ. പണ്ട് എത്രയായിരുന്നു? 20 ലക്ഷവും 10 ലക്ഷവും ആയിരുന്നു. അപ്പൊ അത് തീരുമാനിച്ചിട്ടുള്ളത് GST കൗൺസിലിന്റെ ഡിസിഷൻ ആണ്. ദെൻ നമ്മുടെ ടാക്സ് സ്ലാബുകൾ ഇന്ത്യയിൽ നിലവിലുള്ളത് 0%, 0%, 5%, 12%, 8%. ഇങ്ങനെ 4 സ്ലാബുകളാണ്. ഈ 3% നമ്മൾ സ്ലാബ് ആയിട്ട് ഉൾപ്പെടുത്തുന്നില്ല. ടാക്സ് സ്ലാബുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 5, 12, 28 എന്ന് പറയുന്ന 5, 12, 18, 28 എന്ന് പറയുന്ന 4 സ്ലാബുകളായിട്ടാണ് വരുന്നത്. 0% പറഞ്ഞു കഴിഞ്ഞാൽ 0 റേറ്റഡ് ആണ്. GSTയിൽ ഉണ്ട്, പക്ഷെ GST എന്ത് ചെയ്യുന്നില്ല, കളക്ട് ചെയ്യുന്നില്ല. അത്തരം ഗൂഡ്സിനെ സർവീസസിനെയാണ് 0% GSTയിൽ കൊണ്ടുവരുന്നത്. അത് നമ്മൾ സ്ലാബ് ആയിട്ട് കണക്കാക്കുന്നില്ല. GST നമ്മൾ വാങ്ങുന്ന കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളും വാങ്ങുന്ന സ്ലാബുകൾ വരുന്നത് ടോട്ടൽ GSTയുടെ 4 സ്ലാബാണ്. 5%, 12%, 18%, 28%. അപ്പൊ ഏറ്റവും മാക്സിമം 28% ആണ് നിലവിലുള്ളത്. ഓക്കെ, ഇങ്ങനെ 4 സ്ലാബാണ് GSTക്ക് ഉള്ളത്. 0%-നകത്ത് വരുന്നുണ്ട്, 3%-ൽ ചിലത് വരുന്നുണ്ട്, അതുപോലെ 0.25%. അങ്ങനെ സ്പെഷ്യൽ റേറ്റുകൾ ഉണ്ട്. സ്ലാബ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എത്രയേ ഉള്ളൂ? 4 സ്ലാബുള്ളൂ കേട്ടോ. 4 സ്ലാബാണ്. 5, 12, 18, 28 എന്ന് പറയുന്നതാണ് ഉള്ളത്. ദെൻ 0 റേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത് 0% GST വരുന്നതാണ്. GSTക്ക് അകത്തുണ്ട്, പക്ഷെ 0% ആണ് GST കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ചില ലക്ഷറി കാർസ്, എയറേറ്റഡ് ഡ്രിങ്ക്സ്, പാൻ മസാല, ടുബാക്കോ പ്രൊഡക്ട്സ് തുടങ്ങിയവയ്ക്ക് 28% GSTക്ക് അകത്തിന് പുറമെ സെസ്സും കൂടെ അഡീഷണലി നമ്മൾ പറഞ്ഞില്ലേ, ഇതിനു വേണ്ടിയിട്ട് കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ദെൻ ഇന്ത്യയിലെ ഹയസ്റ്റ് ടാക്സ് സ്ലാബ് GST കൗൺസിലിൽ GST നിയമപ്രകാരം GST ആക്ട് പ്രകാരം മാക്സിമം നമുക്ക്
ആക്കാൻ പറ്റുന്ന GST-യുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് 40% കേട്ടോ. 40% പരമാവധി വെച്ചുള്ളൂ. ഇപ്പൊ എത്ര ആക്കിയിട്ടുണ്ട്? 28% ഇപ്പോൾ ഉള്ളത്. പരമാവധി GST കൗൺസിലിൽ 40% വരെ ആക്കാം GST ആക്ട് പ്രകാരം. അതിൽ കൂട്ടണമെങ്കിൽ ആ ഭേദഗതി, ആ ആക്ടിൽ എന്ത് ചെയ്യണം? വീണ്ടും ഭേദഗതി വരുത്തേണ്ടത്, ഭരണഘടനാ ഭേദഗതി. നിലവിലെ മാക്സിമം പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? നിലവിൽ 28 ആണ്. പക്ഷെ മാക്സിമം എത്ര വരെ ആക്കാം? അത് പരമാവധി ആക്കാൻ പറ്റുന്നത് 40% വരെയാണ്. അപ്പൊ 40% വരെ പരമാവധി പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ GST മാക്സിമം ആക്കാൻ പറ്റുന്നത്, CGST മാക്സിമം ആക്കാൻ പറ്റുന്നത് 20%, SGST മാക്സിമം ആക്കാൻ പറ്റുന്നത് 20%. കാരണം 40ന്റെ പകുതിയും പകുതിയായിട്ടാണല്ലോ അവര്. ഓക്കെ, മാക്സിമം GST ആക്ട് പ്രകാരം ആക്കാൻ പറ്റുന്ന GST-യുടെ നിരക്കാണ് പറയുന്നത് 40%. മൊത്തം 20% സെൻട്രൽ GST, 20% CGST. പക്ഷെ നിലവിൽ 40 ആക്കിയിട്ടില്ല. നിലവിലെ ഇന്ത്യയിലെ മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് 28% ആണ്. 28% ആണ്, അത് ഓർത്തിരിക്കുക. പരമാവധി ആക്കാൻ പറ്റുന്നത് ഈ ആക്ട് പ്രകാരം 40% ആണ്. പിന്നെ സ്പെഷ്യൽ റേറ്റ്സ് ഉണ്ട്. നമ്മുടെ ഗോൾഡിന്റെ സ്പെഷ്യൽ റേറ്റ് എത്രയാണ്? ഗോൾഡ് വരുന്നത് 3%-ലാണ് കേട്ടോ. റഫ് പ്രഷ്യസ് ആൻഡ് സെമി പ്രഷ്യസ് സ്റ്റോൺസ് വരുന്നത് 2.25%-ലാണ് GST. സ്പെഷ്യൽ റേറ്റ്സ് ഇതിനകത്ത് ആപ്ലിക്കബിൾ ആണ്. അത് പ്രത്യേകം പറഞ്ഞിട്ട് GST 3% ഉള്ളത് ഗോൾഡ് അതിനകത്താണ് വരുന്നത്, സ്വർണം. അതുപോലെ 0.25%-ലാണ് നമ്മുടെ റഫ് പ്രഷ്യസ് ആൻഡ് സെമി പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ വരുന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക. ദെൻ GST എക്സംപ്റ്റ് ചെയ്ത 0 റേറ്റഡ് GST വരുന്ന 0% ടാക്സ് റേറ്റ് വരുന്ന സ്ലാബ് 7% ഗൂഡ്സ്, മൊത്തം ഗൂഡ്സ് ആൻഡ് സർവീസസിന്റെ 7% ഈ 0%-ലാണ് വരുന്നത്. ഇതിനകത്ത് 0 ആണ്. GST ഉണ്ട്, പക്ഷെ GST എന്ത് ചെയ്യുന്നില്ല? വാങ്ങുന്നില്ല. 0% GST കളക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? അവശ്യ സാധനങ്ങളാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ സാധാരണക്കാർക്ക് നമുക്ക് നിത്യോപയോഗ സാധനങ്ങളാണ് ഇതിൽ കൂടുതൽ വരുന്നത്. ഫുഡ് ഗ്രെയിൻസ്, ഗുറ്, മിൽക്ക്, എഗ്, കേർഡ്, ലസ്സി, അൺപാക്ഡ് പനീർ, നാച്ചുറൽ ഹണി, ഫ്രഷ് വെജിറ്റബിൾ, ഫ്രഷ് ഫ്രൂട്ട്സ്, അതൊക്കെ അതിനകത്ത് വരും. അട്ട, ബസൻ, മൈദ, വെജിറ്റബിൾ ഓയിൽ, കോമൺ സാൾട്ട്, കോൺട്രാസെപ്റ്റിക്സ്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനങ്ങളാണ് അല്ലെ. ഇതെല്ലാം എസെൻഷ്യൽ ഗുഡ്സ് ഒക്കെ 0%-ലാണ്. നികുതി എന്ത് ചെയ്യുന്നില്ല? ചുമത്തുന്നില്ല. 0%-ആണ്. ചുമത്തുന്ന നികുതി എത്രയാണ്? 0%-ആണ്. 0 റേറ്റഡ്-ആണ്. മൊത്തം 7%, മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ 7%-ആണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ദെൻ 5% GST വരുന്ന സ്ലാബുകൾ ഏതൊക്കെയാണ്? മൊത്തം 14% ഗുഡ്സ് ആൻഡ് സർവീസസ് ഈ 5% കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഷുഗർ, ടീ, കോഫി, എഡിബിൾ ഓയിൽ, കോള്, സ്കിംഡ് മിൽക്ക്, മിൽക്ക് പൗഡർ, മിൽക്ക് ഫുഡ് ഫോർ ബേബീസ്, കണ്ടൻസ്ഡ് മിൽക്ക്, പാക്ഡ് പനീർ, ന്യൂസ് പ്രിന്റ്, അംബർല, PDS പറഞ്ഞ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്, കെറോസിൻ, LPG, ബ്രൂംസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ വരുന്നത് നമ്മളെ 5% GST. കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. ഏറ്റവും അത്യാവശ്യമുള്ളത് 0%, എന്നാൽ അത്യാവശ്യം ഉള്ള സാധനങ്ങളൊക്കെ 5%-ലാണ് വരുന്നത്. ദെൻ 12% വരുന്നത് നമ്മുടെ ബട്ടർ, ഗീ, മൊബൈല്, കാഷ്യൂ, ആൽമണ്ട്, സോഫ്റ്റ് ഗേസസ്, ഫ്രഷ് ജ്യൂസ്, പാക്ഡ് കോക്കനട്ട് വാട്ടർ, അഗർബത്തീസ് ഒക്കെ 12% GST റേറ്റിലാണ് വരുന്നത്. മൊത്തം 17% ഈ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, ദെൻ 18% GST സ്ലാബ് റേറ്റിൽ മൊത്തം ഏറ്റവും കൂടുതൽ വരുന്നത് ഇതിലാണ്. 18%-ലാണ്. 43% ഗുഡ്സ് ആൻഡ് സർവീസസും ഈ 18% GST സ്ലാബ് റേറ്റിലാണ്. പാസ്ത, ബിസ്ക്കറ്റ്, കോൺഫ്ലേക്സ്, പാസ്ട്രീസ്, കേക്ക്സ്, പ്രിസർവ്ഡ് വെജിറ്റബിൾസ്, ജാം, സോപ്സ്, ഐസ്ക്രീം, മയോണൈസ്, മിക്സ്ഡ് കോണ്ടിമെന്റ്സ്, സീസണിങ്സ്, മിനറൽ വാട്ടർ, 500 രൂപയിൽ കൂടുതലുള്ള ചെരുപ്പ്, ക്യാമറ, സ്പീക്കർ, മോണിറ്റർ, പ്രിന്റർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കുറെ സാധനങ്ങളുണ്ട്, നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ കൊടുത്തുള്ളൂ. ഇതൊക്കെ 18%-ലാണ് വരുന്നത്. മൊത്തം 43% ചരക്കുകളും സേവനങ്ങളും ഈ 18% എന്ന് പറയുന്ന സ്ലാബിനകത്താണ് വരുന്നത്. ദെൻ 28% സ്ലാബാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് മൊത്തം 19% ചരക്ക് സേവനങ്ങൾ ഈ ഒരു കാറ്റഗറിക്കകത്താണ് വരുന്നത്. ബാക്കിയുള്ള എഡിബിൾസ്, ചൂയിങ് ഗം, ബീഡി, മൊളാസസ്, ചോക്ലേറ്റ്, അതുപോലെ തന്നെ ചോക്ലേറ്റിന്റെ പ്രത്യേക ചോക്ലേറ്റ് കൊക്ക ഇല്ലാത്ത ഈ പറഞ്ഞ ചോക്ലേറ്റ്, വില കൂടിയ ചോക്ലേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. വാഫിൾസ്, പിന്നെ വാട്ടർ കോട്ടർ ചോക്ലേറ്റ്, പാൻ മസാല, എയറേറ്റഡ് വാട്ടർ, പേഴ്സണൽ കെയർ ഐറ്റംസ് സച്ച് ആസ് ഡിയോഡറൻസ്, സ്പ്രേ, ഇതൊക്കെ 28%-ലാണ്. അതായത് ആഡംബരം, നമുക്ക് അത്യാവശ്യമില്ലാത്ത നമ്മുടെ ആഡംബരത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ 28%-നകത്താണ് വരുന്നത്. ദെൻ ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ, അത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം അതിന് ടാക്സ്. അത് GST-ക്കകത്ത് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. സംസ്ഥാനങ്ങളാണ് തീരുമാനിക്കുന്നത് അതിനകത്ത് എന്ത് ടാക്സ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. GST അല്ല വരുന്നത്. നമ്മൾ ഉപഭോഗത്തിനായിട്ട് ഉപയോഗിക്കുന്ന, മനുഷ്യ ഉപഭോഗത്തിനായിട്ട് ഉപയോഗിക്കുന്ന മദ്യമാണ് പറയുന്നത്. ദെൻ പെട്രോളിയം പ്രൊഡക്ട്സ് ആയിട്ടുള്ള ക്രൂഡ് ഓയിൽ, ഡീസൽ, പെട്രോള്, നാച്ചുറൽ ഗ്യാസ്, ATF തുടങ്ങിയ സാധനങ്ങൾ എപ്പോ ഇതിനകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത്, GST-യിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് GST കൗൺസിലിന്റെ ഡിസിഷൻ ആണ്. ഇതുവരെ അത് എന്ത് ചെയ്തിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. ദെൻ ടുബാക്കോയിൽ GST ഉണ്ട്. 28% GST ആപ്ലിക്കബിൾ ആണ്. അതിന് പുറമെ എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയും അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ 28% പുറമെ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയും പിന്നെ വേണമെങ്കിൽ സെസ്സും ഒക്കെ എന്ത് ചെയ്യാം ഈ പറഞ്ഞ ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സിൽ വരാം. ടൊബാക്കോ GST-ക്ക് അകത്താണ്. 28% GST ആണ് ടൊബാക്കോ ആൻഡ് ടൊബാക്കോ ഇതിനകത്ത് വരുന്നത്. ദെൻ
എന്റർടൈൻമെന്റ് ടാക്സ് ലെവീഡ് ബൈ ലോക്കൽ ബോഡീസ്, അത് സംസ്ഥാനങ്ങളാണ് തീരുമാനിക്കുന്നത് എത്ര പെർസെന്റേജ് ആണ് ജി എസ് ടിയിലേക്ക് കൊണ്ടുവന്നില്ല അല്ലെ. ലോക്കൽ ബോഡീസിന്റെ എന്റർടൈൻമെന്റ് ടാക്സ് ഇപ്പോഴും വേറെ തന്നെയാണ്, സംസ്ഥാനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജി എസ് ടിയിൽ ബാക്കിയുള്ള എന്റർടൈൻമെന്റ് ടാക്സ് ആണ് സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ് ജി എസ് ടിയിലേക്ക് ലയിപ്പിച്ചത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കളക്ട് ചെയ്യുന്ന വിനോദ നികുതി ഇപ്പോഴും അവർ തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. സംസ്ഥാനങ്ങളുടെ അധികാരമാണ് എത്രയാണത് എന്നുള്ളത്. ഓക്കെ, then എത്രയാണ് അതിന്റെ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ വരുന്നത്. ഇനി അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ഒന്ന് സപ്ലൈ സൈഡിൽ ആപ്ലിക്കബിൾ ആണ് അല്ലെ. ജി എസ് ടി ആപ്ലിക്കബിൾ ഓൺ സപ്ലൈ സൈഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അഗൈൻസ്റ്റ് ഓൾഡ് കൺസെപ്റ്റ് ഓഫ് മാനുഫാക്ചർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയാണോ ഇത് വിൽക്കുന്നത്, എവിടെയാണോ സപ്ലൈ ചെയ്യുന്നത്, അവിടെയാണ് അവർക്കാണ് ജി എസ് ടി കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്നത് അല്ലെ. കേരളത്തിൽ ഒരു സാധനം ഉണ്ടാക്കിയത് തമിഴ്നാട്ടിൽ സപ്ലൈ ചെയ്താൽ തമിഴ്നാട്ടിലാണ് അതിന്റെ ബെനിഫിറ്റ് അല്ലെ. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സേഷൻ ആണ്. ഈ പറഞ്ഞ പോലെ മാനുഫാക്ചർ ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്, വിൽക്കുന്നത് കേരളത്തിലാണെങ്കിൽ കേരളത്തിനായിരിക്കും അതിന്റെ ബെനിഫിറ്റ്. ലക്ഷ്യസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജി എസ് ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒറിജിൻ ബേസ്ഡ് ടാക്സേഷൻ അല്ല. നിലവിലുണ്ടായിരുന്ന ഒറിജിൻ ബേസ്ഡ് ടാക്സേഷൻ ആയിരുന്നു 2017 മുമ്പ്, അതൊക്കെ മാറ്റി ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സേഷൻ ആക്കി. അതുപോലെ തന്നെ സപ്ലൈ ബേസ്ഡ് ടാക്സേഷൻ ആക്കി ജി എസ് ടി കൊണ്ടുവന്നു. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വിലക്കയറ്റം കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ പണപ്പെരുപ്പം കുറയ്ക്കാൻ പറ്റും, ഡിക്രീസ് ഇൻ ഇൻഫ്ലേഷൻ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ചെയ്യാനുള്ള എളുപ്പം കൂട്ടാൻ പറ്റും, ദെൻ കള്ളപ്പണ ട്രാൻസാക്ഷൻസ് കുറയും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണമായിട്ട് കണക്കാക്കുന്നത്. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ്, നികുതി ഇരട്ടിപ്പ് തടയാൻ പറ്റും. കാസ്കേഡിംഗ് ഇഫക്ട് ഓഫ് ടാക്സസ് കുറയ്ക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ജി എസ് ടി കൊണ്ടുവന്നിട്ടുള്ളത്. നികുതിയുടെ ഇരട്ടിപ്പ്, നികുതിക്ക് മേൽ നികുതി എന്ന് പറയുന്ന ഇരട്ട നികുതി അല്ലെങ്കിൽ നികുതി ഇരട്ടിപ്പ് എന്ന് പറയുന്ന സംവിധാനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ നികുതി എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് ജി എസ് ടി കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് കാസ്കേഡിംഗ് എഫക്ട് ഓഫ് ടാക്സസ് ഇല്ലാതാക്കാൻ പറ്റും, മൊത്തത്തിൽ വില കുറയും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒറ്റത്തിൽ ഒരു രാജ്യം, ഒരു മാർക്കറ്റ്, കോമൺ നാഷണൽ മാർക്കറ്റ്, കുറച്ച് ടാക്സ് അടയ്ക്കുന്ന ആളുകൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ്. പിന്നെ നമുക്ക് തന്നെ തീരുമാനിക്കാവുന്ന ടാക്സ് സിസ്റ്റം, ദെൻ നോൺ ഇൻട്രൂസീവ് ഇലക്ട്രോണിക് ടാക്സ് സിസ്റ്റം അല്ലെ. വേറൊരാളും ഇതിൽ ഇടപെടുന്നില്ല, അഴിമതി ഇല്ല, ഇലക്ട്രോണിക് ആയിട്ടാണ് ടാക്സ് അടയ്ക്കുകയും രജിസ്റ്റർ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും. ദെൻ ടാക്സ് കോംപ്ലിയൻസ് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്, വേറെ അഴിമതി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതെല്ലാം വെരിഫൈ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, വളരെ ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ഇത് കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ടാക്സ് വരുമാനം രാജ്യത്തിന് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്നത്, വിചാരിക്കപ്പെടുന്നത്. ദെൻ ടാക്സ് റെജീമിനെ സിംപ്ലിഫൈ ചെയ്തു. കുറെ ടാക്സ്, അവിടെ ഇവിടെ ടാക്സ്, അവിടെ ടാക്സ്, ഇവിടെ ടാക്സ്, ഇതെല്ലാം കൂടെ മാറ്റി ജി എസ് ടി ഒറ്റ ടാക്സ് ആക്കി ആണ് അത് ലഘൂകരിച്ചു. മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസ്, നികുതി ഇരട്ടിപ്പ് കുറയ്ക്കാൻ സാധിച്ചു. കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ആരാണോ ഉപയോഗിക്കുന്നത് അവർക്കാണ് ടാക്സിന്റെ ഗുണം കിട്ടുക അല്ലെ. കേരളത്തിൽ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമുണ്ടോ? തമിഴ്നാട്ടിൽ വിറ്റാൽ തമിഴ്നാട്ടിനാണ് അതിന്റെ ഗുണം. ആരാണ് കൺസ്യൂം ചെയ്യുന്നത് അവർക്കാണ് അതിന്റെ ഗുണം. നമ്മുടെ പഴയ സി എസ് ടി എന്ത് ചെയ്തു? ഒഴിവാക്കി. ദെൻ സെൻട്രൽ സ്റ്റേറ്റ് ടാക്സ് ഒഴിവാക്കിയതാണ് സി എസ് ടി. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, കയറ്റുമതിയെ എങ്ങനെയാണ് ജി എസ് ടി സഹായിക്കുന്നത് എന്ന് ചോദിക്കാം. കയറ്റുമതിയെ ജി എസ് ടി സഹായിക്കുന്നത് എന്താണ്? എക്സ്പോർട്ടിന് ജി എസ് ടി 0% ആണ്. മനസ്സിലാക്കണം, എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും ജി എസ് ടി ആപ്ലിക്കബിൾ ആണ്. കയറ്റുമതിക്കും ഇറക്കുമതിക്കും ജി എസ് ടി ആപ്ലിക്കബിൾ ആണ്, ജി എസ് ടിക്ക് അകത്താണ് വരുന്നത്. പക്ഷേ കയറ്റുമതിക്ക് 0% ആണ് ജി എസ് ടി. അപ്പൊ കയറ്റുമതിയെ എന്ത് ചെയ്യുന്നു? പ്രോത്സാഹിപ്പിക്കുന്നു. അത്തരത്തിൽ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ജി എസ് ടി അടക്കേണ്ടതില്ല. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് നോർമലി ഇവിടെ എന്താണോ ഉള്ളത് അത് എന്ത് ചെയ്യണം? അടക്കേണ്ടതുണ്ട്. പക്ഷെ എക്സ്പോർട്ടിന്, കയറ്റുമതിക്ക് എന്തില്ല? ജി എസ് ടി 0%-നകത്താണ് വരുന്നത്. 0% ആണ് എക്സ്പോർട്സ്. അപ്പോൾ എക്സ്പോർട്ടിനെ എങ്ങനെയാണ് സഹായിക്കുന്നത്? 0% ആക്കിയിട്ട് ജി എസ് ടി ചുരുക്കിക്കൊണ്ടാണ് സഹായിക്കുന്നത്. ദെൻ അതുവഴി എന്താണ്? ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി, ഈ പറഞ്ഞ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഐ ജി എസ് ടി ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് എന്താണോ ഐ ജി എസ് ടി സംസ്ഥാനത്ത് അതാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. കയറ്റുമതി ചെയ്യുന്നത് 0% ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഐ ജി എസ് ടി കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഐ ജി എസ് ടി ആപ്ലിക്കബിൾ ആയതുകൊണ്ട് തന്നെ തദ്ദേശീയമായിട്ട് വരുന്ന ഇൻഡസ്ട്രീസിനെ അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. എക്സ്പോർട്ട് 0 റേറ്റഡ് ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. അത് വെച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ കൺസ്യൂമർക്ക് കുറെ അധികം വിവരങ്ങൾ ലഭിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് എന്താണ്, ഫോറൻ സ്റ്റേറ്റ്സിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ദെൻ കൺസ്യൂമേഴ്സിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? പ്രൈസസ് ട്രാൻസ്പെറന്റ് ആണ്. കുറെ നികുതിയൊന്നുമില്ല, ജി എസ് ടി ഒറ്റ നികുതി ഉള്ളതുകൊണ്ട് സുതാര്യമായിട്ട് എന്താണ് ഒരു സാധനത്തിന്റെ വില എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ ഓരോന്നിന്റെയും എത്ര പെർസെന്റേജ് ആണെന്ന് ഓൾറെഡി നമുക്ക് നെറ്റ് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ കൂടുതൽ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ദെൻ വില കുറയും, കാസ്കേഡിംഗ് എഫക്ട് കുറയുന്നുണ്ട്. പല പല നികുതികൾ എന്ന് തന്നെ ഒറ്റ നികുതി ആക്കുന്നതുകൊണ്ട് വില കുറയും എന്നാണ് കരുതപ്പെട്ടത്. ദെൻ അഴിമതി മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ പറ്റും. അതുപോലെ തന്നെ പട്ടിണി അല്ലെങ്കിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ ഇത് സഹായിക്കും എന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. ദെൻ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്? കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ടഡ് ഗുഡ്സിൽ
IGST ഒപ്പം തന്നെ കസ്റ്റംസ് ഡ്യൂട്ടിയും എന്ത് ചെയ്യും വാങ്ങും. GSTക്ക് അകത്ത് GST ഉണ്ട്. GSTക്ക് ഇന്റഗ്രേറ്റഡ് GST ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതിന് പുറമെ കസ്റ്റംസ് ഡ്യൂട്ടിയും കൂടെ കളക്ട് ചെയ്യും. ദെൻ പെട്രോളിയം ആൻഡ് ടുബാക്കോ പ്രോഡക്ട്സ് ആർ കറന്റ് അക്സെപ്റ്റഡ്. പക്ഷേ ടുബാക്കോ പ്രോഡക്ട്സിന് നിങ്ങൾ മനസ്സിലാക്കുന്നത് അത് GSTക്ക് അകത്ത് വരുന്നുണ്ട്, 28% വരുന്നുണ്ട്. അതിന് പുറമെ അഡീഷണൽ ആയിട്ടുള്ള സാധനം കൂടെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഒഴിവാക്കാം. ഇത് നോക്കിയാൽ പെട്രോളിയം എന്ത് ചെയ്യുന്നുണ്ട്, കറന്റ് എക്സെപ്റ്റഡ് ആണ്. ദെൻ ലിക്കർ, എക്സൈസ് ഡ്യൂട്ടി ഓൺ ലിക്കർ, സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് ഇലക്ട്രിസിറ്റി ടാക്സസ് ആർ ഓൾസോ എക്സെപ്റ്റഡ്. വൈദ്യുതി, അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി, അതുപോലെ ലിക്കറിൽ വരുന്ന എക്സൈസ് ഡ്യൂട്ടി തുടങ്ങിയവയും ഇപ്പൊ GSTക്ക് അകത്തല്ല, GSTയുടെ പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. GSTയുമായി ബന്ധപ്പെട്ടുള്ള സകലമായ കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് GST. അപ്പൊ അത് നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതിനുശേഷം ഇതിന്റെ കണ്ടിന്യൂഷൻ, നമ്മുടെ ടാക്സേഷൻ മാത്രമല്ല നമുക്കുള്ളത്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. പിന്നെ അതിന് ഞാൻ പറഞ്ഞ NCERTക്ക് അകത്ത് വരുന്ന ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസിപ്റ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഫിസിക്കൽ പോളിസി, ബജറ്റ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് പോകാം. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു പോവാം. മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.